ദശകം 51 അഘാസുര മോക്ഷവും വനഭോജനവും. കഥാചന വ്രജശിപി സമം ഭവൻ. കഥാചന ഒരിക്കൽ. വ്രജം ഗോകുലം. ഗോകുലത്തിലെ കുട്ടികളുമായി, ഗോപക്കുട്ടികളുമായി ഭവാൻ, ഹേ ഗുരുവായൂരപ്പ, അങ്ങ് വനാശനെ വിഹിതമതിഹി, വനത്തിൽ വെച്ച് അശനം ചെയ്യണം. കാട്ടിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ഇതി വിഹിതമതിഹി എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചു. പ്രഗേതരാം, വളരെ നേരത്തെ. സാധാരണ രാവിലെ കാപ്പികുടിയെല്ലാം കഴിഞ്ഞ് വേഗത്തിൽ പുറപ്പെടുന്നതാണ് അവർ. അന്ന് കാപ്പികുടിയൊന്നുമില്ല, കഞ്ഞി കുടിക്കുന്നുണ്ടാവാം എന്ന് വിചാരിക്കണം. പ്രഗേതരാം നിരഗമത്, വളരെ നേരത്തെ തന്നെ. പ്രഗേതരാം, വീട്ടിൽ നിന്നും നിർഗമിച്ചു, പുറപ്പെട്ടു. അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അമ്മമാർ കുട്ടികൾക്ക് വേണ്ടതായ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി, അധികം വെള്ളമില്ലാത്തതായ ആഹാരങ്ങൾ കൊണ്ടുപോകാൻ സൗകര്യത്തിന് വേണ്ടി. സമാവൃതോ ബഹുതരവത്സമണ്ഡലൈ, ബഹുതരം അനേകം, ബഹു തന്നെ അനേകമാണ്, ബഹുതരം അതിനേക്കാളും അധികം. വത്സമണ്ഡലൈ, പശുക്കുട്ടികളുടെ കൂട്ടം. അവരാൽ സമാവൃതം, ചുറ്റപ്പെട്ടവനായി. സതേമനൈർ നിരഗമതീശ ജയമനൈ, തേമനം എന്ന് പറയുന്നത് കറികളാണ്. എന്തൊക്കെയാണ് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെയാണ് തേമനം എന്ന് പറയുന്നത്. ജയമനം എന്ന് പറയുന്നത് അരി കൊണ്ടുള്ളതായ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ളതായ സാധനങ്ങൾ. അപ്പോൾ ചോറ്, അത് അരി കൊണ്ടാവാം, ഗോതമ്പ് കൊണ്ടാവാം, ചോളം കൊണ്ടാവാം. അപ്പോൾ തേമനത്തോടു കൂടിയ ജയമനം, കറികളോടുകൂടിയ, കറികൾ വെള്ളമില്ലാണ്ട്, അധികം ഉപ്പേരിയും ഒക്കെ ആവുമ്പോൾ വെള്ളമില്ലാണ്ട് ആവുമല്ലോ. ഹേ ഭഗവൻ, ഒരിക്കൽ വ്രജശിപി സമം, ആ ഗോപക്കുട്ടികളുമായി അങ്ങ് വനാശനെ വിഹിതമതിഹി, വനത്തിൽ വെച്ച് അശനം ചെയ്യണം, ഭക്ഷിക്കണം എന്ന് മനസ്സുകൊണ്ട് തീർച്ചയാക്കിയിട്ട്. പ്രഗേതരാം, രാവിലെ നേരത്തെ, അതിപ്രഭാതത്തിൽ. സമാവൃതോ ബഹുതരവത്സമണ്ഡലൈ, അനേകം പശുക്കുട്ടികളുടെ കൂട്ടത്താൽ ചുറ്റപ്പെട്ടവനായി. എല്ലാവരും ആഹാരം കയ്യിലെടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ള ആഹാരമാണ്? സതേമനൈഹി ജയമനൈഹി, കഴിക്കാൻ വേണ്ട കൂട്ടാനോടുകൂടി ചേർന്ന ജയമനം, ചോറ്. നിരഗമൽ, വൃന്ദാവനത്തിൽ നിന്ന് അവർ പുറപ്പെട്ടു. ഹേ ഈശ, എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാണ് ഈശ്വരൻ. ഈശ ശരിക്കും ഈശ്വരനാണ്, ഈശ്വരൻ. ഇവിടെ വൃത്തഭേദം വരും, അതുകൊണ്ടാണ് ഈശ്വര എന്ന് ഉപയോഗിക്കാൻ. ഈശ്വരൻ, നിയന്ത്രിക്കുന്നതിൽ, ഭരിക്കുന്നതിൽ. ശരിക്കുള്ള വാക്കിൻ്റെ അർത്ഥം ഭരിക്കുക. ഈശ്വരൻ, ഭരിക്കുന്നതിൽ ശ്രേഷ്ഠൻ. ഈശ്വരൻ്റെ കൂടെ എപ്പോഴും ആരുണ്ടാവും? ലക്ഷ്മീദേവി വക്ഷസിലാണ് ഇരിക്കുന്നത്, ശ്രീ.
അപ്പോൾ ശ്രീയും ഈശനും കൂടിയായി ശ്രീശൻ. ഭഗവാൻ ശ്രീശനാണ്. എല്ലാ ഐശ്വര്യങ്ങളും ലക്ഷ്മീദേവി വൃന്ദാവനത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് ഈ ഗോവക്കുട്ടികളെ രക്ഷിക്കുന്ന മാതിരി ജീവാത്മാക്കളായ നമ്മളെ ഓരോരുത്തരെയും എപ്പോഴും ആ ഭഗവാൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു.